ഇനി തഞ്ചാവൂരിലെ പാർട്ട് 2ലേക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു കോൾ വന്നു. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ആ ബാഗ് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചാണ് ഇതൊന്നും എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലാന്ന്. ബട്ട് താങ്ക്സ് ടു തഞ്ചാവൂർ റെയിൽവേ പോലീസ്, ഈ ബാഗ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് അടുത്തുള്ള സ്റ്റേഷനിൽ പോലും പോകേണ്ടി വന്നില്ല. അവരെ തിരിച്ച് തഞ്ചാവൂർ സ്റ്റേഷനിൽ എത്തിച്ചെന്നു. അതും ഞങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. അങ്ങനെ ബാഗ് എടുത്ത് ഞങ്ങൾ ഷെയർ ഓട്ടോ ഒക്കെ പിടിച്ച് റൂമിൽ പോയി മാറ്റി. പിന്നെ നേരെ തഞ്ചാവൂർ പെരിയ കോവിലേക്ക്. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വണ്ടിയൊക്കെ പിടിച്ചു നിന്നിട്ട് ഒന്നൊരു കുറവ് വരുത്തരുത്തല്ലോ. അങ്ങനെ മുല്ലപ്പൊക്കെ വാങ്ങി തടിച്ചൂടി നേരെ പെരിയ കോവിലിൻ്റെ അകത്തേക്ക്. പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് തഞ്ചാവൂർ. നമ്മൾ ഈ റീൽസ് കാണുന്നതിൽ 10 മടങ്ങ് ഭംഗിയാണ് അത് നേരിട്ട് കാണുമ്പോൾ. അത് വന്ന് തന്നെ വിഷ്വലൈസ് ചെയ്യണം. പിന്നെ ആ 3 പേര് ഞങ്ങളോട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് തന്നു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. തഞ്ചാവൂർ പോണതിന് മുന്നേ കണ്ട റീൽസിലൊക്കെ അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഡിലീറ്റ് ആക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരാൾ പെട്ടെന്ന് ബാക്കിൽ നിന്നിട്ട് ഗാലറി തുറക്കാൻ പറഞ്ഞു. അങ്ങനെ അതിലുള്ള കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കി, റീസെൻ്റിലും ഡിലീറ്റ് ആക്കി. അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് മഴ പെയ്തത്. പിന്നെ പതുക്കെ മഴയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് പുതിയ 3 ഫ്രണ്ട്സിനെ കിട്ടി. അവർ ഒരുപാട് സിറ്റുവേഷൻസിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഫൈനലി ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്.